ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിനിമ എക്സ്പ്ലെയിനർ. ഇന്ന് നമ്മൾ 2025 പുറത്തിറങ്ങിയ സാലി മൊഹബത്ത് എന്ന സിനിമയെ കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. സിനിമയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്കരികിലേക്ക് ഉടൻ തന്നെ എത്തുന്നതായിരിക്കും. സോ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ സിനിമയിലേക്ക് കടക്കാം. മൂവി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മൂവിയിലെ മെയിൻ ക്യാരക്ടറായ കവിത എന്ന സ്ത്രീയാണ് കാണിക്കുന്നത്. കവിത ജനലിന് അരികിൽ നിന്ന് പുറത്തു പെയ്യുന്ന ശക്തമായ മഴയിൽ അവിടെയുള്ള മരങ്ങളിലേക്ക് നോക്കി നടന്ന കാര്യങ്ങൾ ഓർത്തെടുക്കുകയാണ്. ഇവിടെ സീൻ ഷിഫ്റ്റായി കവിത തനിച്ചൊരു റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിനായി വെയിറ്റ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. കവിതയുടെ ടെൻഷൻ കണ്ടാൽ അവൾ വീട് വിട്ടിറങ്ങി വന്നാണെന്ന് മനസ്സിലാവും. അപ്പോൾ തന്നെ ഒരു ട്രെയിൻ വരുമ്പോൾ കവിത ട്രെയിനിലേക്ക് തന്നെ നോക്കുകയാണ്. ഇനി സ്റ്റോറി പ്രസന്റിൽ കവിതയുടെ വീട്ടിൽ ചെറിയൊരു പാർട്ടി നടക്കുകയാണ്. ആ പാർട്ടിക്ക് കവിതയുടെ ഫ്രണ്ട്സും അതുപോലെ കവിതയുടെ ഭർത്താവ് വിക്കിയുടെ ഫ്രണ്ട്സും വന്നിട്ടുണ്ട്. അപ്പോൾ കവിതയോട് തൻ്റെ ഫ്രണ്ട് ചട്നി എടുത്തു കൊണ്ടുവരാൻ പറയുകയും കവിത കിച്ചണിലേക്ക് പോകുമ്പോൾ അവിടെ വിക്കിയെ കാണാത്തത് കൊണ്ട് തൻ്റെ ഫ്രണ്ട്സ് വിക്കി ബാത്റൂമിലേക്ക് പോയിട്ടുണ്ടാവുമെന്ന് പറയാണ്. അതിന് മറ്റൊരു ഫ്രണ്ട് മറുപടിയായി, വിക്കിയെ പറ്റി നമുക്ക് അറിയാവുന്നതല്ലേടാ, സുന്ദരികളായ പെൺകുട്ടികളെ കണ്ടാൽ അവൻ ലൈൻ അടിക്കാതെ വിടില്ല, ഇപ്പോഴും അതേ പണിയിൽ തന്നെ ആയിരിക്കുമെന്ന് പറഞ്ഞ് ചിരിക്കുന്നു. അതെല്ലാം കേട്ട് കവിതയ്ക്ക് വിഷമാവുന്നു. അവൾ ബാത്റൂമിനടുത്തേക്ക് പോയി നോക്കുമ്പോൾ അവിടെ ശരിക്കും തൻ്റെ ഭർത്താവ് വിക്കി തൻ്റെ ഓഫീസിലെ കൊളീഗായ പെൺകുട്ടിയുമായി ക്ലോസ് ആയി നിൽക്കുന്നു. അത് കണ്ട കവിത വളരെയധികം വിഷമിച്ച് വിക്കിയോട് ഒന്നും മിണ്ടാതെ അവിടെ നിന്നും പോകുന്നു. ശേഷം കവിത ചട്നി എടുത്ത് തൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് വന്ന് അവർക്ക് കൊടുത്ത് അവിടെ ഇരിക്കുകയാണ്. തൻ്റെ ഫ്രണ്ട്സ് സംസാരിക്കുമ്പോൾ വിക്കിയുമായി ക്ലോസ് ആയി നിന്ന ദിയയെ നോക്കി, നീ നല്ല ഭംഗിയുണ്ട്, നീ ഇൻസ്റ്റയിൽ ഫോട്ടോസ് ഇട്ടാൽ ലൈക്സും കമൻസും വന്നുകൊണ്ടിരിക്കും, ഫോളോവേഴ്സും പെട്ടെന്ന് കൂടും, പെൺകുട്ടികൾക്ക് സൗന്ദര്യം ഉണ്ടാവുന്നത് അവരുടെ ഭാഗ്യമാണ് എന്നൊക്കെ സംസാരിക്കുന്നു. അത് കേട്ട കവിത അവരോട്, പെൺകുട്ടികൾക്ക് സൗന്ദര്യം ഉണ്ടാവുന്നത് മാത്രമാണോ നിങ്ങൾക്ക് നല്ല ക്വാളിറ്റിയായി തോന്നുന്നത് എന്ന് ചോദിക്കുകയാണ്. അത് കേട്ട തൻ്റെ ഫ്രണ്ട്, ഇതിനുള്ള മറുപടി നിന്റെ ഭർത്താവിനോട് തന്നെ ചോദിക്കാം, അവൻ തന്നെ മറുപടിയും പറയും എന്ന് പറഞ്ഞ് വിക്കി അവിടേക്ക് വിളിക്കുന്നു. വിക്കി, നിനക്ക് പെൺകുട്ടികൾ ഭംഗിയുള്ളതാണോ ഇഷ്ടം, അതോ ഭംഗിയില്ലെങ്കിലും കുഴപ്പമില്ലേ എന്ന് ചോദിക്കുന്നു. അതിന് വിക്കി, ഭംഗിയില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയയുടെ ശരീരം നോക്കി ഭംഗിയുണ്ടെങ്കിൽ കൂടുതൽ ഇഷ്ടമാണ് എന്ന് പറയുന്നു. അതെല്ലാം ശ്രദ്ധിച്ച കവിത അവരോട്, നിങ്ങളോട് ഒരു പെൺകുട്ടിയെക്കുറിച്ച് പറയാം. പുരുഷത്ഗഡിൽ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവളുടെ പേര് സ്മിത. അവൾ തൻ്റെ അച്ഛൻ്റെ വീട്ടിൽ ഭർത്താവിനൊപ്പം താമസിച്ചിരുന്നു. എല്ലാ പെൺകുട്ടികളെയും പോലെ അവളുടെയും സ്വപ്നം കല്യാണം കഴിച്ച് ലൈഫിൽ സെറ്റിൽ ആവണം എന്നായിരുന്നു. അവളുടേത് വളരെ ചെറിയൊരു ലോകമായിരുന്നു, ചെറിയ സ്വപ്നങ്ങളും. തൻ്റെ ഭർത്താവ്, വീട്, പിന്നെ വീടിന് ചുറ്റുമുള്ള കുറേ മരങ്ങൾ, അതാണ് തൻ്റെ ലോകം എന്ന് കരുതി അവൾ ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞ കവിത അവർക്ക് സ്മിതയുടെ സ്റ്റോറി പറയാൻ തുടങ്ങുന്നു. സീൻ കട്ട് ചെയ്താൽ സ്മിതയ്ക്ക് മരങ്ങൾ എന്ന് പറഞ്ഞാൽ വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് അവളുടെ വീടിന് ചുറ്റും എപ്പോഴും ധാരാളം മരങ്ങളുണ്ടാവും. കൂടാതെ തൻ്റെ പറമ്പിലും ധാരാളം പൂച്ചെടികളും പച്ചക്കറികളും അവൾ വളർത്തുന്നുണ്ട്. സ്മിതയുടെ വീട്ടിൽ രംഗയ്യ എന്ന തോട്ടക്കാരൻ കുറേ കാലമായി ജോലി ചെയ്യുന്നുണ്ട്. അങ്ങനെ രാവിലെ സ്മിത രംഗയ്യോടൊപ്പം ചേർന്ന് പച്ചക്കറി ചെടികൾക്ക് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്മിതയുടെ ഭർത്താവ് പങ്കജ് ഓഫീസിലേക്ക് ഇറങ്ങുന്നു. അത് കണ്ട സ്മിത പോയി അവന് ടിഫിൻ ബോക്സ് കൊടുക്കുന്നു. അവൻ കാറിൽ ഓഫീസിലേക്ക് പോവുകയാണ്. ഇവിടെ തന്നെ നമുക്ക് അതേ ഏരിയയിലുള്ള രത്തൻ എന്നൊരു പോലീസ് ഓഫീസറെ കാണിക്കുന്നു. രത്തൻ വെള്ളം എടുക്കാൻ ടാങ്കിനടുത്ത് ക്യൂ നിന്ന് 2 ബക്കറ്റ് വെള്ളവുമായി വീട്ടിലെത്തി തൻ്റെ അച്ഛനോട്, എല്ലാ ദിവസവും ഇങ്ങനെ വെള്ളത്തിനായി കഷ്ടപ്പെടാതെ വീട്ടിലൊരു മോട്ടോർ വെച്ചുകൂടെ അച്ഛാ എന്ന് ചോദിക്കുമ്പോൾ അതിനച്ഛൻ, നിനക്ക് വലിയ പോലീസ് ഓഫീസറായി പ്രൊമോഷൻ കിട്ടിയ ശേഷം നിന്റെ കാശ് കൊണ്ട് മോട്ടോർ വെച്ചോ എന്ന് പറയുന്നു. മറുഭാഗത്ത് സ്മിത വീട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്മിതയ്ക്ക് നാട്ടിൽ നിന്ന് ചെറിയമ്മ ഫോൺ ചെയ്തിട്ട്, നിന്റെ അനിയത്തി ശാലിനിക്ക് നിങ്ങൾ താമസിക്കുന്ന പുരുഷത്ഗഡ് സിറ്റിയിലെ ഓഫീസിൽ ജോലി കിട്ടിയിട്ടുണ്ട്, അവൾക്കായി ഓഫീസിനടുത്ത് നല്ലൊരു റൂം നോക്കണം എന്ന് പറയുന്നു. അതിന് സ്മിത, പെൺകുട്ടി തനിച്ച് നിൽക്കുന്നത് എന്തിനാണ്, അവൾ നമ്മുടെ വീട്ടിൽ തന്നെ നിൽക്കട്ടെ, ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല എന്ന് പറയുമ്പോൾ അത് കേട്ട് ചെറിയമ്മ, ശാലിനി നാളെ രാത്രി വരും എന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്യുന്നു. ശേഷം സ്മിത ശാലിനിക്ക് വേണ്ടി ബെഡ്റൂമിനടുത്തുള്ള റൂം വൃത്തിയാക്കി റെഡിയാക്കുന്നു. മറുഭാഗത്ത് രത്തൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നതിന് മുമ്പ് അവിടെയുള്ള ഗാങ്സ്റ്ററായ ഗജേന്ദ്രനെ കാണാൻ പോകുന്നു. സത്യത്തിൽ രത്തൻ ഒരു കറപ്റ്റഡ് പോലീസ് ഓഫീസറാണ്. പണത്തിനു വേണ്ടി ഗജേന്ദ്രമായി കൈകോർത്ത് അവന്റെ ഇല്ലീഗൽ കാര്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഗാങ്സ്റ്റർ ഗജേന്ദ്രന്റെ വീടും സ്മിതയുടെ വീടിന്റെ അടുത്ത് തന്നെയാണ്. അങ്ങനെ രത്തൻ തന്റെ ബൈക്ക് പാർക്ക് ചെയ്യുമ്പോൾ ബൈക്കിന്റെ ടയർ തട്ടി സ്മിതയുടെ വീടിന് പുറകിലുള്ള പൂച്ചട്ടി പൊട്ടിപ്പോകുന്നു. അത് കണ്ട് രംഗയ്യ അത് ശരിയാക്കുന്നു. രത്തൻ പോയി ഗജേന്ദ്രനെ കണ്ട് സംസാരിക്കുമ്പോൾ ഗജേന്ദ്രൻ രത്തന് ലണ്ടനിൽ നിന്ന് വരുത്തിയ സ്പെഷ്യൽ ഫ്ലവർ ടീ കുടിക്കാൻ കൊടുക്കുന്നു. അടുത്തു തന്നെ ഗജേന്ദ്രന്റെ മകൻ മോട്ടു പാട്ട് കേട്ട് ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ രത്തൻ ഗജേന്ദ്രനോട്, നിങ്ങളുടെ ചരക്കുള്ള കൺസൈൻമെന്റ് ഡെലിവറി ആയല്ലോ, എന്നാൽ ആ ബദ്രിയുടെ കൺസൈൻമെന്റ് പിടിക്കപ്പെട്ടു, അവന്റെ ആളുകളുടെ ഡെഡ് ബോഡീസ് എവിടെ എന്ന് ചോദിക്കുമ്പോൾ അതിന് ഗജേന്ദ്രൻ, അവരുടെ ബോഡിയെല്ലാം മണ്ണിൽ ലയിപ്പിച്ചു എന്ന് പറയാണ്. അപ്പോൾ ഗജേന്ദ്ര രത്തന് കുറച്ച് പണം കൊടുക്കുന്നു. അവർ സംസാരിക്കുന്നതെല്ലാം മോട്ടുവും കേൾക്കുന്നുണ്ട്. രത്തൻ പണം വാങ്ങി അവിടെ നിന്നും പോകുമ്പോൾ മോട്ടുവിന്റെ അടുത്ത് നിന്ന്, നിനക്ക് പോലീസ് ബാഡ്ജ് വേണമെന്ന് ചോദിച്ചില്ലേ, ഇതാ പിടിച്ചോ എന്ന് കൊടുത്തു പോകുമ്പോൾ ഗജേന്ദ്ര മോട്ടുവിനോട്, അതുകൊണ്ടാണ് മോട്ടു നിന്നോട് പറയുന്നത്, നീ പോലീസ് ആകുന്നതിനേക്കാൾ പോലീസ് തന്നെ നിനക്ക് കീഴിൽ പണിയെടുക്കുന്ന തരത്തിൽ എൻ്റെ ഈ പൊസിഷനിലേക്ക് വരാൻ തന്നെ പറയുന്നത് എന്ന് പറയുന്നു.
അത് കേട്ട രത്തൻ ഗജേന്ദ്രനെ ഒന്നും പറയാൻ പറ്റാതെ സൈലന്റ് ആയി പോകുന്നു. ഗജേന്ദ്ര കരുതുന്നത് ഇതുപോലുള്ള കറപ്റ്റഡ് പോലീസുകാർ നല്ല ഡീൽ വന്നാൽ അവസാനം സ്വന്തം അച്ഛനെ പോലും വിൽക്കും എന്നതാണ്. നെക്സ്റ്റ് സീനിൽ അതേ ദിവസം വൈകുന്നേരം പങ്കജ് ബാറിലിരുന്ന് ചീട്ട് കളിച്ച് തന്റെ കയ്യിലുള്ള പണം മുഴുവൻ ഗെയിമിൽ നഷ്ടപ്പെടുത്തുന്നു. അതേസമയം അവിടേക്ക് ഗജേന്ദ്രന്റെ ആളുകൾ വന്ന് അവനെ ഗജേന്ദ്രന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. ഇവിടെ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്തെന്നാൽ പങ്കജ് ഗജേന്ദ്രന്റെ അടുത്ത് നിന്ന് ഏകദേശം 20 ലക്ഷത്തിലധികം രൂപ കടം വാങ്ങിയിട്ടുണ്ട്. ഗജേന്ദ്ര പങ്കജിനോട് പണം തിരിച്ചടയ്ക്കാൻ പറയുമ്പോൾ നിലവിൽ പങ്കജിന്റെ കയ്യിൽ അത്രയും പണമില്ല, അതുകൊണ്ട് വേഗം തന്നെ തിരികെ തരാം എന്ന് പറയുന്നു. അതിന് ഗജേന്ദ്ര അത്രയും പണം എങ്ങനെ തിരികെ തരും എന്ന് ചോദിക്കുന്നു. അതിന് പങ്കജ് മറുദാബാദിൽ ഞങ്ങൾക്കൊരു വീടുണ്ട്, നിങ്ങൾക്കും അറിയാവുന്നതല്ലേ എന്ന് പറയുമ്പോൾ അത് കേട്ട ഗജേന്ദ്ര ശരിയാണ്, വീട് മറുദാബാദിലാണ്, എന്നാൽ നമ്മളുള്ളത് ഇവിടെയല്ലേ, ഇപ്പോൾ എൻ്റെ ഫാമിലിയുമായി ആ വീട്ടിലേക്ക് ഷിഫ്റ്റ് ആയി അവിടെ താമസിക്കണമെന്നാണോ പറയുന്നത്? നിന്റെ കടം തീർക്കാൻ നിനക്കൊരു ഉപദേശം തരാം. എൻ്റെ വാക്ക് കേട്ട് മറുദാബാദിലുള്ള നിന്റെ വീട് എനിക്ക് വിൽക്ക്. അത് എത്ര വാല്യൂ നൽകുമെന്ന് നോക്കി നിന്റെ കടം കുറച്ച് ബാക്കി പണം നിനക്ക് തരാം. നിനക്ക് കുറച്ച് ദിവസം മാത്രമേ സമയം തരുന്നുള്ളൂ, നന്നായി ആലോചിച്ച് നിന്റെ തീരുമാനം പറ എന്ന് പറയുന്നു. അപ്പോൾ ഗജേന്ദ്രന് ഒരാൾ ഫോൺ ചെയ്ത് ബോസ് നിങ്ങളോട് പലതവണ പറഞ്ഞല്ലേ മറുദാബാദിലെ ഫ്ലാറ്റ് ഒഴിഞ്ഞു തരാൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഗജേന്ദ്ര പങ്കജിനെ അവിടെ നിന്നും പറഞ്ഞയക്കുന്നു. അങ്ങനെ രാത്രി പങ്കജ് ഫുള്ളായി മദ്യവെച്ച് വീട്ടിലേക്ക് പോകുന്നു. വീട്ടിൽ ചെന്ന് വീണ്ടും കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്മിത അവന് ഫുഡ് കൊടുത്തിട്ട് വീടിൻ്റെ മെഷ് ഡോറിന് ഓട്ടോ വന്നിട്ടുണ്ട്, അത് വേഗം ശരിയാക്കണമെന്ന് പറയുമ്പോൾ അത് കേട്ട പങ്കജ് ദേഷ്യത്തിൽ മെഷ് ഡോർ മാത്രമല്ല വീട് മൊത്തം റിനോവേഷൻ ചെയ്യിക്കാം, പക്ഷെ അതിനുള്ള പണം ആര് തരും? നിന്റെ അപ്പം തരുമോ? അയാൾ മരിച്ചു പോയില്ലേ എന്ന് ചോദിക്കുകയാണ്. അതിന് സ്മിത എൻ്റെ അച്ഛൻ തന്ന പണം കൊണ്ടാണ് നമ്മൾ ചുരുങ്ങിയത് ഇതുവരെയെങ്കിലും യാതൊരു പ്രശ്നവുമില്ലാതെ ജീവിച്ചത്, നിങ്ങൾക്ക് മുൻകരുതലായി കുറച്ച് പണമെങ്കിലും സേവ് ചെയ്യാമായിരുന്നു എന്ന് പറയുന്നു. അത് കേട്ട പങ്കജിന് ദേഷ്യം വന്ന് ഇരുവരും തമ്മിൽ സംസാരം കൂടുന്നു. അപ്പോൾ പങ്കജ് നമ്മുടെ കഷ്ടപ്പാട് തീരണമെങ്കിൽ ആ മറുദാബാദിലുള്ള വീട് വിൽക്കാം, അപ്പോൾ നമുക്ക് പണം കിട്ടുമെന്ന് പറയുമ്പോൾ അതിന് സ്മിത എൻ്റെ അച്ഛൻ നമുക്ക് വേണ്ടി ഒരുപാട് പണം തന്നു, പക്ഷെ നമ്മൾ ആ പണം മുഴുവൻ ചെലവാക്കി, ഇനി എൻ്റെ അച്ഛൻ്റെ ഓർമ്മയ്ക്കായി ബാക്കിയുള്ളത് ആ വീട് മാത്രമാണ്, അതൊരു കാരണവശാലും ഞാൻ വിൽക്കാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നു. അതുകൊണ്ട് പങ്കജും സ്മിതയും തമ്മിൽ ചെറിയ വഴക്ക് നടക്കുന്നു. അങ്ങനെ പങ്കജ് ദേഷ്യത്തിൽ തൻ്റെ റൂമിലേക്ക് പോകുമ്പോൾ റൂമെല്ലാം വൃത്തിയായിരിക്കുന്നത് കണ്ട് ഇതെന്താണ് എന്ന് ചോദിക്കുകയാണ്. അതിന് സ്മിത എൻ്റെ അനിയത്തി ശാലിനിക്ക് ഇവിടെ ജോലി കിട്ടിയിട്ടുണ്ട്, ഇനി മുതൽ അവളും നമ്മുടെ കൂടെ ഉണ്ടാവും എന്ന് പറയുന്നു. അത് കേട്ട് പങ്കജ് അതിനെന്താ അവൾക്ക് മുകളിലുള്ള റൂം വൃത്തിയാക്കി കൊടുക്കുക എന്ന് പറയുന്നു. അതുകൊണ്ട് സ്മിത മുകളിലെ റൂം വൃത്തിയാക്കുമ്പോൾ അവിടെയുള്ള തൻ്റെ സർട്ടിഫിക്കറ്റുകളെല്ലാം കണ്ട് വിഷമിക്കുന്നു. സീൻ കട്ട് ചെയ്താൽ പിറ്റേ ദിവസം രാത്രി പങ്കജിന് ഇഷ്ടമില്ലെങ്കിലും ശാലിനിയെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരാൻ പോകുന്നു. എന്നാൽ ശാലിനിയെ കണ്ടതും അവളുടെ സൗന്ദര്യത്തിൽ പങ്കജ് വീണു പോകുന്നു. അങ്ങനെ ശാലിനിയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. ശാലിനിയെ കണ്ട സ്മിതയ്ക്ക് വളരെ സന്തോഷമാവുന്നുണ്ട്. സ്മിത ശാലിനിയെ മുകളിലെ റൂമിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങുമ്പോൾ അത് കണ്ട പങ്കജ് അവളോട് ശാലിനിക്ക് നമ്മുടെ ബെഡ്റൂമിന് അടുത്തുള്ള റൂം തന്നെ കൊടുക്ക് എന്ന് പറയുന്നു. അങ്ങനെ എല്ലാവരും കൂടി ഡിന്നർ കഴിക്കുമ്പോൾ പങ്കജ് മാത്രം ശാലിനിയെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഫുഡ് കഴിച്ച ശേഷം സ്മിത രണ്ടുപേർക്കും ഗുലാബ് ജാമുൻ കൊണ്ടു കൊടുക്കുമ്പോൾ ശാലിനി തനിക്ക് സ്വീറ്റ്സ് ഒട്ടും ഇഷ്ടമല്ല എന്ന് പറയുന്നു. എന്നാൽ പങ്കജ് ഒരെണ്ണം കഴിക്കാൻ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ ശാലിനി ഗുലാബ് ജാമുൻ കുറച്ച് കഴിച്ച് പ്ലേറ്റിൽ വെക്കുന്നു. അത് കണ്ട പങ്കജ് അതെടുത്ത് കഴിക്കുന്നുണ്ട്. അത് ശ്രദ്ധിച്ച ശാലിനിക്ക് പങ്കജ് തന്നിൽ താല്പര്യം കാണിക്കുന്നുണ്ടെന്ന് മനസ്സിലാവുന്നു. പിറ്റേന്ന് രാവിലെ ശാലിനി ഓഫീസിലേക്ക് പോകാൻ റോഡിൽ വെയിറ്റ് ചെയ്യുമ്പോൾ അവിടെയുള്ള രത്തൻ അവളെ കണ്ട് ബൈക്കിൽ അടുത്തേക്ക് ചെന്ന് ഇന്ന് ഓട്ടോ പണിമുടക്കാണ്, നിങ്ങൾ എവിടേക്കാണ് പോകേണ്ടത് എന്ന് ചോദിക്കുകയാണ്. അതിന് ശാലിനി ഓഫീസിലേക്ക് പോകണമെന്ന് പറയുന്നു. അതിന് രത്തൻ നിങ്ങൾ എപ്പോഴും ഈ ഏരിയയിൽ കാണാറില്ലല്ലോ, ശാലിനി താൻ ഇന്നലെയാണ് ഇവിടെ വന്നതെന്ന് എല്ലാം പറയുന്നു. അങ്ങനെ രത്തൻ ശാലിനി ഓഫീസിനടുത്ത് തൻ്റെ ബൈക്കിൽ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ് കയറ്റിക്കൊണ്ടു പോകുന്നു. വഴിയിൽ വെച്ച് ഇരുവരും പരിചയപ്പെടുന്നു. രത്തൻ ആദ്യ കാഴ്ചയിൽ തന്നെ ശാലിനിയെ നന്നായി ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് അവളോട് ഫ്ലേർട്ട് ചെയ്യുന്നു. അത് മനസ്സിലായ ശാലിനിയും രത്തനോട് ക്ലോസ് ആയി പെരുമാറുന്നു. കാരണം അവൾക്കും രത്തനെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അതേ ദിവസം വൈകുന്നേരം രത്തൻ ശാലിനിയെ വീടിനടുത്ത് ഡ്രോപ്പ് ചെയ്ത് പോകുന്നു. അതെല്ലാം സ്മിതയും കാണുന്നുണ്ട്. ശേഷം സ്മിത ശാലിനിയോട് സംസാരിക്കുമ്പോൾ വീട്ടിൽ നിനക്ക് കല്യാണാലോചനകൾ വല്ലതും നോക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. അതിന് ശാലിനി മറുപടി പറയാതെ നിൽക്കുമ്പോൾ അത് ശ്രദ്ധിച്ച സ്മിത അറേഞ്ച്ഡ് മാരേജ് ഇഷ്ടമല്ലെങ്കിൽ നീ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. അതിന് ശാലിനി അതെ, പക്ഷെ അവൻ അവൻ്റെ ഭാര്യയോടൊപ്പം പോയി എന്ന് പറയുന്നു. അത് കേട്ട സ്മിത ഷോക്കായി നിൽക്കുകയാണ്. നെക്സ്റ്റ് സീനിൽ പങ്കജും ശാലിനിയുമായി അടുക്കാൻ വേണ്ടി അവളോടൊപ്പം സമയം ചെലവഴിക്കാൻ രാവിലെ തന്നെ ശാലിനിയെ കാറിൽ ഓഫീസിൻ്റെ അടുത്ത് ഡ്രോപ്പ് ചെയ്യാൻ കൊണ്ടുപോകുന്നു. അവളോട് ക്ലോസ് ആവാൻ ശ്രമിച്ച് സംസാരിക്കുകയും അവളെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവൾക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം വാങ്ങിക്കൊടുത്ത് ദിവസം തോറും ക്ലോസ് ആയിക്കൊണ്ടിരിക്കുന്നു. മറുഭാഗത്ത് രത്തനും ശാലിനിയെ ഓഫീസ് ടൈമിൽ കാണുകയും അവളോടൊപ്പം സമയം ചെലവഴിച്ച് ക്ലോസ് ആവുന്നു. സത്യത്തിൽ ശാലിനിയും തൻ്റെ ആവശ്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടുപേരോടും ക്ലോസ് ആയി നിൽക്കുന്നത്. രത്തൻ ശാലിനിയെ പ്രണയിച്ച് കഫേകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. ഓഫീസ് വിട്ട് വീട്ടിൽ വന്നാൽ പങ്കജിനോടൊപ്പം പുറത്തുപോയി കറങ്ങുന്നു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പങ്കജും ശാലിനിയും കൂടുതൽ അടുക്കുന്നു. അതുകൊണ്ട് ഇടയ്ക്കിടെ പങ്കജ് ഒരു ഹോട്ടലിൽ റൂം എടുത്ത് അവിടെ വെച്ച് ഇരുവരും ഇൻറ്റിമേറ്റ് ആവാൻ തുടങ്ങുന്നു. ശാലിനിയും വളരെ ബുദ്ധിയുള്ളവളാണ്. പങ്കജുമായി കറങ്ങുന്ന കാര്യം രത്തൻ അറിയാതെയും രത്തനുമായി കറങ്ങുന്ന കാര്യം പങ്കജ് അറിയാതെയും അവൾ മാനേജ് ചെയ്യുന്നുണ്ട്.
പങ്കജിന്റെയും ശാലിനിയുടെയും അഫെയറിനെ കുറിച്ച് സ്മിതയ്ക്ക് ഒട്ടും അറിയില്ല. ഇങ്ങനെ ഇരിക്കെ ഒരു ദിവസം പങ്കജ് ശാലിനിയെ മോളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ ശാലിനി 3000 രൂപ വരെയുള്ള ഡ്രസ്സ് എടുത്തിട്ട് സ്മിതയ്ക്ക് 250 രൂപയുടെ സാരി എടുക്കാൻ പറയുന്നു. അപ്പോൾ ശാലിനിക്ക് രത്തൻ ഫോൺ ചെയ്യുമ്പോൾ പങ്കജിനോട് ബിൽ പേ ചെയ്യാൻ പറഞ്ഞ് അവൾ പുറത്തേക്ക് പോവാണ്. സീൻ കട്ട് ചെയ്താൽ ഒരു ദിവസം രാവിലെ സ്മിത മാർക്കറ്റിൽ പോയി കുറേ നേരം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് തിരിച്ചു വരുന്നു. എന്നാൽ അപ്പോൾ സ്മിതയ്ക്ക് ശാലിനിയുടെ റൂമിൽ നിന്ന് വിചിത്രമായ ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ സ്മിത പോയി ഡോറ് തുറന്ന് അവിടെയുള്ള ദൃശ്യം കണ്ട് മൈൻഡ് ബ്ലോക്കായി ഷോക്കിൽ നിൽക്കുകയാണ്. കാരണം റൂമിൽ തന്റെ ഭർത്താവ് പങ്കജും ശാലിനിയും ഇന്റിമേറ്റ് ആവുകയായിരുന്നു. അത് കണ്ട സ്മിത തന്റെ ഭർത്താവ് ഇങ്ങനെയുള്ള ഒരാളാണല്ലോ എന്നോർത്ത് വളരെ ഇമോഷണലായി അവർ തന്നെ കാണുന്നതിന് മുമ്പ് അവിടെ നിന്നും പുറത്തു വന്ന് മരത്തിനെ കെട്ടിപ്പിടിച്ച് കരയുന്നു. ഈ കാര്യത്തെക്കുറിച്ച് സ്മിത പങ്കജിനോട് ഒരു വാക്കുപോലും ചോദിക്കാതെ സൈലന്റ് ആയി ഇരിക്കുന്നു. അങ്ങനെ ഒരു ദിവസം പങ്കജിന്റെയും സ്മിതയുടെയും ആനിവേഴ്സറി ആയതുകൊണ്ട് ഫ്രണ്ട്സിനെ വീട്ടിലേക്ക് വിളിച്ച് കേക്ക് കട്ട് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്യുന്നു. എന്നാൽ പങ്കജ് കേക്ക് കട്ട് ചെയ്ത ശേഷം സ്മിതയ്ക്ക് കേക്ക് കൊടുക്കാതെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ശാലിനിക്ക് കേക്ക് കൊടുത്ത് കുറച്ച് ക്ലോസ് ആയി നിൽക്കുകയാണ്. അതെല്ലാം കണ്ടുകൊണ്ട് സ്മിത സൈലന്റ് ആയി നിൽക്കുകയാണ്. എന്നാൽ സ്മിതയുടെ ഫ്രണ്ട് അതെല്ലാം ശ്രദ്ധിച്ച് സ്മിതയുടെ അടുത്ത് വന്നിട്ട്, ആ പെൺകുട്ടി അനിയത്തിയല്ലേ, നിന്റെ ഭർത്താവുമായുള്ള അവളുടെ ബിഹേവിയർ ഒട്ടും ശരിയല്ല, ഒന്ന് ശ്രദ്ധിച്ചോ എന്ന് പറഞ്ഞ് പോവാണ്. സ്മിതയ്ക്ക് അവരുടെ അഫെയറിനെ കുറിച്ച് നേരത്തെ അറിയാവുന്നതുകൊണ്ട് പിന്നീട് മരങ്ങളുടെ അടുത്തേക്ക് വന്ന് വളരെ ഇമോഷണൽ ആവുന്നു. അതേ ദിവസം രാത്രി ശാലിനിക്ക് അവളുടെ അമ്മ ഫോൺ ചെയ്ത് കല്യാണത്തെക്കുറിച്ച് എന്ത് തീരുമാനിച്ചു എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ബിസിയാണെന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്ത ഉടനെ തന്റെ ഹൃദയഭാഗത്തെ ഫോട്ടോ പങ്കജിന്റെ വാട്സാപ്പിലേക്ക് അയക്കുന്നു. ആ ഫോട്ടോ കണ്ട് പങ്കജ് സ്മിത ഉറങ്ങിയെന്ന് കരുതി ഡോറ് തുറന്ന് അടുത്ത റൂമിലുള്ള ശാലിനിയുടെ അടുത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ അതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് സ്മിത എഴുന്നേറ്റ് എന്താ ചേട്ടാ എന്തെങ്കിലും വേണോ എന്ന് ചോദിക്കുന്നു. അത് കേട്ട് പങ്കജ് ഷോക്കായി. ഒന്നുമില്ല, വെള്ളം കുടിക്കാൻ എഴുന്നേറ്റതാ എന്ന് പറഞ്ഞ് വെള്ളം കുടിച്ച് വീണ്ടും റൂമിലേക്ക് പോയി കിടക്കുന്നു. അപ്പോൾ നന്നായി ആലോചിച്ച സ്മിത പങ്കജിനോട് ശാലിനിയുടെ ഓഫീസിനടുത്ത് ഒരു റൂം ഒഴിവുണ്ട്, അവൾക്കത് സൗകര്യമായിരിക്കും, അവളോട് ആ റൂമിലേക്ക് മാറാൻ പറയാലോ എന്ന് ചോദിക്കുമ്പോൾ അതിന് പങ്കജ് എന്തിന്, അവൾ നിന്റെ അനിയത്തിയല്ലേ, നിന്റെ ഇഷ്ടം പോലെ ചെയ്യ് എന്ന് പറയാണ്. സീൻ കട്ട് ചെയ്താൽ പിറ്റേന്ന് രാവിലെ ശാലിനി സ്മിതയ്ക്കായി അന്ന് എടുത്ത സാരി കൊടുക്കുമ്പോൾ അത് കണ്ട സ്മിത ഈ കളർ സാരി എനിക്ക് നേരത്തെ ഉണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഗജേന്ദ്ര പങ്കജിന് ഫോൺ ചെയ്യുമ്പോൾ പങ്കജ് മാറി നിന്ന് ഫോണിൽ സംസാരിക്കുന്നു. സ്റ്റോറി പ്രസന്റിൽ കവിത തന്റെ ഫ്രണ്ട്സിനോട് പറയുന്നു ഗജേന്ദ്ര പങ്കജിനോട് വീണ്ടും ആ മറദബാദിലെ വീട് വാങ്ങുന്നതിനും അവന്റെ കടം തീർക്കുന്നതിനുമുള്ള വഴി പറയുന്നു. സത്യത്തിൽ പങ്കജ് ഗജേന്ദ്ര ആദ്യം പറഞ്ഞപ്പോൾ തന്നെ മറദബാദിലെ വീട് ഗജേന്ദ്രന് വിൽക്കാമെന്ന് ഉറപ്പിച്ചിട്ടുണ്ടാവും. സ്മിതയുടെ സ്റ്റോറിയിൽ ഈ വിവരം അറിഞ്ഞ ശാലിനിയും സ്മിതയുടെ അടുത്ത് വന്ന് പങ്കജേട്ടൻ എത്രയും അധികം പറയുന്നുണ്ടെങ്കിൽ ആ വീട് വിൽക്കാൻ സമ്മതിച്ചൂടെ ചേച്ചി എന്ന് പറയുമ്പോൾ സ്മിത അവളുടെ വാക്ക് കാര്യമാക്കുന്നില്ല. വീട് വിൽക്കാൻ സ്മിത സമ്മതിക്കാത്തത് കൊണ്ട് പങ്കജ് ദേഷ്യത്തിൽ അവിടെ നിന്നും പോകുന്നു. അതേ ദിവസം രാത്രി പങ്കജ് ഫുള്ളായി ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ച് ഗജേന്ദ്രനെ കാണാൻ അവന്റെ വീട്ടിലേക്ക് പോകുന്നു. അത് തൊട്ടടുത്ത വീട്ടിലെ രംഗയ്യ ശ്രദ്ധിക്കുന്നു. പിറ്റേന്ന് രാവിലെ രംഗയ്യ സ്മിതയെ കണ്ട് നിന്റെ അച്ഛൻ ജീവിച്ചിരുന്നപ്പോൾ ഈ മരങ്ങളെല്ലാം നോക്കി സംരക്ഷിക്കുമായിരുന്നു, എന്നാൽ ഇപ്പോൾ നിന്റെ ഭർത്താവ് കാരണം ഈ മരങ്ങൾക്ക് ആപത്ത് സംഭവിക്കുമോ എന്ന് തോന്നുന്നു. നിന്റെ അച്ഛൻ അദ്ദേഹത്തിന് ശേഷം ഈ മരങ്ങളെയും പ്രകൃതിയെയും നോക്കാനുള്ള ഉത്തരവാദിത്തം നിന്നെ ഏൽപ്പിച്ചു എന്ന് കരുതുന്നു. ഈ പ്രകൃതി എല്ലാ ജീവികൾക്കും ആഹാരം നൽകുന്നു, അങ്ങനെയുള്ള പ്രകൃതിയെ സംരക്ഷിക്കേണ്ട ബാധ്യത നമുക്കുണ്ട് എന്ന് പറയാണ്. നെക്സ്റ്റ് സീനിൽ പിറ്റേന്ന് രാവിലെ സ്മിത പങ്കജിന് ടിഫിൻ എടുത്തു വെക്കുമ്പോൾ പങ്കജ് സ്മിതയോട് ഞാൻ വരാൻ ലേറ്റ് ആവും എന്ന് പറയുന്നു. വൈകുന്നേരം മധുർ 6:30 മണിക്ക് പണം കൊണ്ടുവരും, വീട്ടിൽ തന്നെ ഇരുന്ന് ആ പണം വാങ്ങണം, മറക്കരുത് വൈകുന്നേരം 6:30 മണിക്ക് എന്ന് പലതവണ പറഞ്ഞു പോകുന്നു. ശേഷം ശാലിനിക്ക് ടിഫിൻ റെഡിയാക്കി ബോക്സിലാക്കി കൊടുക്കുമ്പോൾ ശാലിനി ഓഫീസിലേക്ക് പോകുന്നു. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞ് ശാലിനി വയറുവേദനയാണെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് വന്ന് സ്മിതയോട് കാര്യം പറഞ്ഞ് റൂമിലേക്ക് പോകുന്നു. ശേഷം പങ്കജുമായി സംസാരിക്കാൻ ഫോൺ ചെയ്യുമ്പോൾ പങ്കജിന്റെ നമ്പർ വർക്ക് ആവുന്നില്ലെന്ന് മനസ്സിലാവുന്നു. കുറച്ച് സമയം കഴിഞ്ഞ സ്മിത ശാലിനിയോട് എൻ്റെ ഫ്രണ്ട് പൂവനം അവളുടെ മകളുടെ ബർത്ത്ഡേ ഫംഗ്ഷൻ ക്ഷണിച്ചിട്ടുണ്ട്, നീയും എൻ്റെ കൂടെ വരുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അതിന് ശാലിനി എനിക്ക് വയ്യ ചേച്ചി ഞാൻ വരുന്നില്ല എന്ന് പറയുന്നു. അത് കേട്ട സ്മിത എന്നാൽ നീ വീട്ടിലുണ്ടാവുമല്ലോ, ഞാൻ ഫംഗ്ഷന് പോയി വരാം, വൈകുന്നേരം 6:30 മണിക്ക് പങ്കജിന് പരിചയമുള്ള ഒരാൾ വീട്ടിൽ വന്ന് പണം തരും, മറക്കാതെ പണം വാങ്ങണം എന്ന് പറയുമ്പോൾ ശാലിനി ശരി ഞാൻ വാങ്ങിക്കൊള്ളാം, നീ ഫംഗ്ഷന് പോയിട്ട് വാ എന്ന് പറഞ്ഞുകൊണ്ട് സ്മിത ഫംഗ്ഷന് പോകുന്നു. സ്മിത തൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലെത്തിയപ്പോൾ പങ്കജ് ഫോൺ ചെയ്ത് ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ എവിടെയാണുള്ളത് എന്ന് ചോദിക്കുമ്പോൾ സ്മിത താൻ വീട്ടിലുണ്ടെന്ന് കള്ളം പറയുന്നു. ഇതിനിടയിൽ മറുഭാഗത്ത് രത്തൻ തൻ്റെ സീനിയർ ഓഫീസറുടെ അനിയത്തിയുടെ കല്യാണമായതുകൊണ്ട് അവിടെ പോയി സീനിയർ ഓഫീസറുമായി സംസാരിക്കുന്നു. അതേസമയം സീനിയർ ഓഫീസർക്ക് SP ഓഫീസിൽ നിന്ന് കോൾ വരുന്നു. സിറ്റിയിലെ ഒരു വീട്ടിൽ 2 കൊലപാതകങ്ങൾ നടന്നു, ഉടനെ ക്രൈം സ്പോട്ടിലേക്ക് പോകാൻ പറയുന്നു. അത് കേട്ട സീനിയർ ഓഫീസർ ഷോക്കായി രത്തനെയും കൂട്ടി ക്രൈം സ്പോട്ടിലേക്ക് എത്തുന്നു. എന്നാൽ ഇവിടെ റിവീൽ ആവുന്ന മൈൻഡ് ബ്ലോക്കിംഗ് ട്വിസ്റ്റ് എന്താണെന്നാൽ കൊല്ലപ്പെട്ടത് വേറെ ആരുമല്ല ശാലിനിയും പങ്കജും ആയിരുന്നു. അത് സ്മിതയുടെ വീടാണ്. സ്മിത ഫംഗ്ഷന് പോയ സമയത്താണ് ഇതെല്ലാം നടന്നിട്ടുണ്ടാവുക. അവരുടെ ഡെഡ് ബോഡീസ് കണ്ട് സ്മിത വളരെയധികം വിഷമിക്കുന്നു. അതെല്ലാം കണ്ട രത്തനും സീനിയർ ഓഫീസർക്കും അവരെ ആരാണ് കൊന്നതെന്ന് മനസ്സിലാവുന്നില്ല. ആ ക്രൈം സ്പോട്ട് എല്ലാം ക്ലിയർ ആയി ചെക്ക് ചെയ്ത് ഡെഡ് ബോഡീസ് പോസ്റ്റ്മോർട്ടത്തിനായി അയക്കുന്നു.
വീട് മുഴുവൻ എവിഡൻസിനായി തിരഞ്ഞ രത്തൻ FIR പേപ്പേഴ്സിൽ സ്മിതയെ കൊണ്ട് ഒപ്പിടുവിച്ച് കള്ളന്മാരാരെങ്കിലും മോഷണത്തിനായി വന്ന് തടസ്സം നിന്നപ്പോൾ രണ്ടുപേരെയും കൊന്നതാവാം എന്ന് സംശയിക്കുന്നു. പിന്നീട് രത്തൻ പോലീസ് സ്റ്റേഷനിൽ പോയി താൻ ഇഷ്ടപ്പെട്ട ശാലിനി മരിച്ചു എന്ന ഷോക്കിൽ ക്രൈം സ്പോട്ടിൽ നിന്ന് കിട്ടിയ അവളുടെ കമ്മലുകൾ കയ്യിൽ പിടിച്ച് അതിലേക്ക് തന്നെ നോക്കി വിഷമിക്കുന്നു. അത് കണ്ട സീനിയർ ഓഫീസർ രത്തനോട് അതിനെന്തിനാ നീ ഇങ്ങനെ നോക്കുന്നത്, ആ മരിച്ച പെൺകുട്ടിയെ നിനക്ക് മുമ്പേ അറിയാമായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അതിന് രത്തൻ അവളെക്കുറിച്ച് അറിയാൻ ആഗ്രഹിച്ചിരുന്നു, അതിനുള്ളിൽ ഇങ്ങനെ സംഭവിച്ചു സാർ എന്ന് പറയുന്നു. അത് കേട്ട സീനിയർ ഓഫീസർ ഇനി കുറച്ച് ദിവസം എൻ്റെ അനിയത്തിയുടെ കല്യാണ തിരക്കിലായിരിക്കും, അതുകൊണ്ട് ഈ കേസ് നീ തന്നെ ടേക്ക് ഓവർ ചെയ്ത് ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങിക്കോ എന്ന് പറഞ്ഞു പോവാണ്. അങ്ങനെ രത്തൻ ഈ കേസിന്റെ ഡീറ്റെയിൽസ് അറിഞ്ഞ് ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങുന്നു. ശേഷം രത്തൻ ഈ കേസിനെ കുറിച്ച് സംസാരിക്കാൻ ആദ്യം ഗജേന്ദ്രന്റെ അടുത്തേക്ക് പോയി. ഇതേ കോളനിയിൽ നിങ്ങളുടെ കൊട്ടാരത്തിന് പുറകിലുള്ള വീട്ടിൽ ഡബിൾ മർഡർ നടന്നു, നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ. ഈ കേസ് വേഗം സോൾവ് ചെയ്യാൻ മേലുദ്യോഗസ്ഥരിൽ നിന്ന് പ്രഷർ കൂടുതലാണ്. ഞാൻ ഈ കേസ് അന്വേഷണം തുടങ്ങിയാൽ ഈ ഡബിൾ മർഡർ കേസ് ഒടുവിൽ നിങ്ങളുടെ അടുത്ത് വന്ന് നിൽക്കുമെന്ന് തോന്നുന്നു. കാരണം മരിച്ച പങ്കജ് നിങ്ങൾക്ക് 27 ലക്ഷം രൂപ കടം തരാനെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഈ കൊലപാതകങ്ങൾക്ക് പിന്നിൽ നിങ്ങളുടെ കൈയുണ്ടെന്ന് സംശയമുണ്ട് എന്ന് പറയുന്നു. അതിന് ഗജേന്ദർ, എന്നെ സംശയിക്കാൻ നീ ആരാണ്? എങ്കിലും നിനക്കൊരു സത്യം പറഞ്ഞുതരാം. പങ്കജ് വാങ്ങിയ പണത്തെക്കുറിച്ച് എനിക്ക് യാതൊരു ടെൻഷനും ഇല്ല. കാരണം അവൻ പണം കൃത്യമായി തിരികെ തരാമെന്നും അല്ലെങ്കിൽ മറുതാബാദിലുള്ള വീട് എനിക്ക് വിൽക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. പണത്തെക്കുറിച്ച് എനിക്ക് പേടിയില്ല എന്ന് പറഞ്ഞ് ഇവിടെ ഗജേന്ദർ ഒരു ഷോക്കിംഗ് കാര്യം പറയുന്നു. അതെന്താണെന്ന് വെച്ചാൽ പങ്കജ് തന്റെ കടം തീർക്കാൻ ആ മറുതാബാദിലുള്ള വീട് വിൽക്കാമെന്ന് എത്ര തവണ ചോദിച്ചാലും സ്മിത നോ പറഞ്ഞുകൊണ്ടിരുന്നത് കൊണ്ട് പങ്കജിന് ദേഷ്യം വന്ന് സ്മിത ജീവിച്ചിരുന്നാൽ ആ വീട് ഗജേന്ദ്രനെ വിൽക്കാൻ സമ്മതിക്കില്ല എന്ന് കരുതി അവളെ കൊല്ലാൻ തീരുമാനിക്കുന്നു. ആ ദിവസം രാത്രി ഗജേന്ദ്രന്റെ വീട്ടിൽ പോയി ഗജേന്ദ്രമായി ഇക്കാര്യം സംസാരിച്ച് സ്മിതയെ കൊല്ലാനൊരു പ്ലാൻ ഇടുന്നു. അതായത് പങ്കജ് എന്ന സ്മിതയോട് പണം തരാൻ ഒരാൾ വീട്ടിൽ വരും, വീട്ടിൽ തന്നെ നിന്ന് പണം വാങ്ങിക്കോ എന്ന് പറഞ്ഞു പോയിരുന്നല്ലോ. സത്യത്തിൽ പങ്കജും ഗജേന്ദ്രനും ചേർന്ന് സ്മിതയെ കൊന്ന് ആ വീടിന്റെ ആധാരം എടുത്തുകൊണ്ട് വരാൻ തന്റെ ആളുകളെ അയച്ചിട്ടുണ്ടാകും. എന്നാൽ സ്മിത ബർത്ത്ഡേ ഫംഗ്ഷന് പോയതുകൊണ്ട് വീട്ടിൽ ശാലിനി ഉണ്ടാവുകയും അവളാണ് സ്മിത എന്ന് കരുതി വന്ന ആളുകൾ അവളെ കൊന്നിട്ടും ഉണ്ടാവും. അതെല്ലാം കേട്ട രത്തൻ, എന്നാൽ പങ്കജിനെ ആരാണ് കൊന്നത് എന്ന് ചോദിക്കുമ്പോൾ അതിന് ഗജേന്ദർ, അതെനിക്ക് എങ്ങനെ അറിയാം? പങ്കജ് മരിച്ചതുകൊണ്ട് ഇപ്പോൾ എൻ്റെ പണത്തിന്റെ അവസ്ഥ എന്താവുമെന്ന് ടെൻഷൻ അടിച്ചിരിക്കുകയാണ് ഞാൻ. നീ ഒരു കാര്യം ചെയ്യ, നീ എന്തെങ്കിലും ചെയ്ത് സ്മിതയെ കൊണ്ട് ആ മറുതാബാദിലെ വീട് എനിക്ക് വിൽക്കുന്ന രീതിയിലാക്ക്. ആ വീടിന്റെ പേപ്പേഴ്സ് എനിക്ക് കൊണ്ടുവന്നതാ, അങ്ങനെ ചെയ്താൽ നിനക്ക് 20 ലക്ഷം രൂപ തരാം എന്ന് ഡീൽ വയ്ക്കുന്നു. അതെല്ലാം കേട്ട് രത്തൻ ആ ഡീലിന് ഓക്കെ പറഞ്ഞ് ഒഫീഷ്യലായി പങ്കജ് ആൻഡ് ശാലിനി കേസ് ക്ലോസ് ചെയ്യാൻ തീരുമാനിക്കുന്നു. പിന്നീട് ഇൻവെസ്റ്റിഗേഷനിൽ രത്തന് പങ്കജും ശാലിനിയും തമ്മിൽ അഫെയർ ഉള്ള കാര്യം അറിഞ്ഞ് ഈ കേസിൽ കുറച്ച് സംശയം തോന്നി സ്മിതയുടെ ഫ്രണ്ട് പൂനത്തിന്റെ വീട്ടിൽ പോയി അവളോട് അന്ന് ബർത്ത്ഡേ പാർട്ടിക്ക് സ്മിത നിങ്ങളുടെ വീട്ടിലേക്കല്ലേ വന്നത്, ആ പാർട്ടിക്ക് എടുത്ത ഫോട്ടോസ് ഉണ്ടോ എന്ന് ചോദിക്കുന്നു. അതിന് പൂനം, ഇതുവരെ ഫോട്ടോസ് കിട്ടിയിട്ടില്ല, ഫോട്ടോസ് കിട്ടിയാൽ നിങ്ങൾക്ക് അയച്ചു തരാം എന്ന് പറയുന്നു. ശേഷം രത്തൻ സ്മിതയെ കാണാൻ പോയിട്ട് അവളോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ഭർത്താവ് ഗജേന്ദ്രന്റെ അടുത്ത് നിന്ന് 27 ലക്ഷം രൂപ കടം വാങ്ങിയിട്ടുണ്ട്. ഇപ്പൊ പങ്കജ് മരിച്ചതുകൊണ്ട് ഗജേന്ദർ കോടതിയിൽ പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. കോടതി കേസ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും. അത്രയും പണം നിങ്ങൾക്ക് പെട്ടെന്ന് എങ്ങനെ തിരികെ നൽകാൻ കഴിയും? അതുകൊണ്ട് ഞാനൊരു ഉപദേശം തരാം, മറുതാബാദിലുള്ള വീട് വിൽക്ക്, നല്ലൊരു പാർട്ടിയെ ഞാൻ തന്നെ നോക്കാം എന്ന് പറയുമ്പോൾ അതിന് സ്മിത, ഞാൻ ആ വീട് വിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുന്നു. അതുകൊണ്ട് രത്തൻ നിരാശനായി അവിടെ നിന്ന് പോകുന്നു. സീൻ കട്ട് ചെയ്താൽ പിറ്റേന്ന് സ്മിതയുടെ ഫ്രണ്ട് പൂനം രത്തന് ബർത്ത്ഡേ ഫംഗ്ഷന്റെ ഫോട്ടോസ് അയച്ചു കൊടുക്കുന്നു. രത്തൻ ആ ഫോട്ടോസ് എല്ലാം ക്ലിയർ ആയി നോക്കുന്നു. അങ്ങനെ ആ ഫോട്ടോസിലൂടെ രത്തന് എന്തോ ഒരു തെളിവ് കിട്ടുന്നു. വീണ്ടും കേസ് അന്വേഷണം ആരംഭിച്ച് അന്ന് ബർത്ത്ഡേ പാർട്ടിയിൽ ഉണ്ടായിരുന്ന എല്ലാവരെയും കണ്ട് ഡീറ്റെയിൽസ് അന്വേഷിക്കുന്നു. ശേഷം രത്തൻ നേരെ സ്മിതയുടെ വീട്ടിൽ പോയി അവളെ കണ്ട്, സ്മിത, നിങ്ങൾ ഇത്ര ബുദ്ധിയുള്ള ആളാണെന്ന് ഒട്ടും ഞാൻ കരുതിയില്ല. നിന്നെ പോലെ ഇത്രയും കൂർമ്മ ബുദ്ധിയുള്ള സ്ത്രീയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എന്നാൽ നിങ്ങളുടെ ബുദ്ധിപരമായ പ്ലാൻ മുഴുവൻ ഞാൻ കണ്ടുപിടിച്ചു. നിങ്ങൾ എന്താണ് ചെയ്തതെന്ന് പറയാൻ കേട്ടോ എന്ന് പറഞ്ഞ് താൻ കണ്ടുപിടിച്ചതെല്ലാം പറയുന്നു. സത്യത്തിൽ കൊലപാതകങ്ങൾ നടന്ന തലേ ദിവസം രാത്രി സ്മിത പങ്കജിന്റെയും ശാലിനിയുടെയും ഫോണിൽ അവരുടെ നമ്പറുകൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും. പിറ്റേന്ന് രണ്ടുപേരെയും പരസ്പരം സംസാരിപ്പിക്കാതിരിക്കാൻ വേണ്ടിയായിരുന്നു അത്. പിറ്റേന്ന് രാവിലെ പങ്കജ് പോയി കഴിഞ്ഞ് ശാലിനിക്ക് വേണ്ടി സ്പെഷ്യലായി കറി ഉണ്ടാക്കി ബോക്സിൽ വെച്ച് കൊടുക്കുന്നു. കറിയിൽ ഫുഡ് പോയ്സൺ ആകുന്ന എന്തോ ഒന്ന് ചേർത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ശാലിനി വീട്ടിൽ വന്ന ശേഷം സ്മിത ബർത്ത്ഡേ പാർട്ടി എന്ന് പറഞ്ഞ് പൂനത്തിന്റെ വീട്ടിലേക്ക് പോകുന്നു. അങ്ങനെ കുറച്ചു നേരം പാർട്ടിയിൽ നിന്ന് ഇടയ്ക്ക് അവിടെ നിന്നും നടന്ന് വീട്ടിലേക്ക് വന്ന് നോക്കുമ്പോൾ അപ്പോഴേക്കും മരിച്ച് രക്തത്തിൽ കിടക്കുന്ന ശാലിനിയെ കണ്ട് ഷോക്കായി അവളെ ആരാണ് കൊന്നതെന്ന് മനസ്സിലാകാതെ സ്മിത കരയുന്നു. കുറച്ചു സമയം കഴിഞ്ഞ് പങ്കജും വീട്ടിലേക്ക് വരുന്നു. സത്യത്തിൽ ആ രണ്ടുപേരുടെയും ഫോറൻസിക് റിപ്പോർട്ട് നോക്കിയ രത്തന് രണ്ടുപേരും ഒരേ സമയത്തല്ല മരിച്ചതെന്ന് മനസ്സിലാവുന്നു. ശാലിനി മരിച്ച 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് പങ്കജ് മരിച്ചതെന്ന് മനസ്സിലാവുന്നു. അങ്ങനെ വീട്ടിലേക്ക് വന്ന പങ്കജ് ശാലിനിയുടെ ഡെഡ് ബോഡി കണ്ട് ഷോക്കായി വളരെ വിഷമിക്കുന്നു. അപ്പോൾ അവന് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചിട്ടുണ്ടാവും. അതെല്ലാം കണ്ട സ്മിത വീണ്ടും രണ്ടുപേരുടെയും ഫോണിലെ നമ്പറുകൾ അൺബ്ലോക്ക് ചെയ്ത് തിരിച്ച് ബർത്ത്ഡേ പാർട്ടിക്ക് പോയിട്ടുണ്ടാവും. അതെല്ലാം പറഞ്ഞ രത്തൻ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം പങ്കജ് ആദ്യം ഹാർട്ട് അറ്റാക്ക് വന്നാണ് മരിച്ചത്. പിന്നീട് അവനെ കത്തിക്കൊണ്ട് കുത്തിക്കൊന്നു എന്ന് പറയുന്നു. എന്നാൽ പങ്കജിനെ ആരാണ് കത്തിക്കൊണ്ട് കുത്തിയതെന്ന് മനസ്സിലാവുന്നില്ല.
അങ്ങനെ രത്തൻ സ്മിതയോടെ എല്ലാം പറഞ്ഞ് നീ എപ്പോൾ പാർട്ടിയിൽ നിന്ന് വീട്ടിലേക്ക് വന്നു എന്നോ വീണ്ടും എപ്പോൾ പാർട്ടിക്ക് പോയെന്നോ ആരും കണ്ടുപിടിക്കാതെ നീ ശ്രദ്ധിച്ചു. പക്ഷെ ഞാനെല്ലാം കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞ് അവൾക്ക് ബർത്ത്ഡേ പാർട്ടിയിലെ അവളുടെ ഫോട്ടോസ് കാണിക്കുന്നു. ശരിക്കും ആ ഫോട്ടോസിൽ സ്മിത ഒരേ നിറമുള്ള 2 സാരികളാണ് ഉടുത്തിരുന്നത്. പക്ഷെ ആ 2 സാരികളുടെയും ബോർഡർ വേറെ വേറെ ആയിരുന്നു. അത് രത്തൻ കണ്ടുപിടിച്ചിട്ടുണ്ടാവും. സത്യത്തിൽ അന്ന് രാത്രി വീട്ടിൽ വന്ന സ്മിതയുടെ സാരിയിൽ രക്തമായതുകൊണ്ട് സ്മിത ആ സാരി മാറ്റി കഴുകിയിട്ട് ശാലിനി കൊണ്ടുവന്ന അതേ കളർ സാരി എടുത്ത് പാർട്ടിക്ക് പോയിട്ടുണ്ടാവും. രത്തൻ സ്മിതയോട് ഈ കേസിൽ നീ പൂർണ്ണമായും കുടുങ്ങി. ഒരുപക്ഷെ കോടതിയിൽ ആ ഫോട്ടോസിൽ എൻ്റെ മുഖം ക്ലിയർ അല്ല എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ നീ പ്ലാൻ ഇട്ടേക്കാം. പക്ഷെ അന്ന് രാത്രി നിന്റെ ഫോൺ ലൊക്കേഷൻ ഡീറ്റെയിൽസും ഞാൻ എടുത്തിട്ടുണ്ട്. നീ എത്ര മണിക്ക് എവിടെയൊക്കെ പോയി എന്ന ടവർ സിഗ്നൽ ഡീറ്റെയിൽസ് ഞാൻ കോടതിയിൽ കാണിക്കും. ഇപ്പോൾ നീ ഈ കേസിൽ ജയിലിൽ പോകുന്നത് തടയാൻ ആർക്കും കഴിയില്ല. നിനക്ക് എങ്ങനെയായാലും ചെടികൾ വെച്ച് പിടിപ്പിക്കുന്ന ഇഷ്ടമല്ലേ? ജയിലിൽ പോയി അവിടെയും ചെടികൾ നട്ടോ. അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ എൻ്റെ കയ്യിലൊരു ഡീലുണ്ട്. നിന്റെ മർദാബാദിലുള്ള വീട് എൻ്റെ പേരിൽ എഴുതിത്താ. അതിന് വേണ്ട പണവും തരാം. അപ്പോൾ ഞാൻ പേഴ്സണലായി ഈ കേസ് ക്ലോസ് ചെയ്യാം. എവിഡൻസുകളെല്ലാം നിനക്ക് തരാം. നിനക്ക് 4 ദിവസം സമയം ഞാൻ തരുന്നു. നന്നായി ആലോചിച്ചോ, അല്ലെങ്കിൽ നീ ജയിലിൽ പോകേണ്ടി വരും എന്ന് വാണിംഗ് കൊടുത്ത് പോവാണ്. നെക്സ്റ്റ് സീനിൽ നന്നായി ആലോചിച്ച സ്മിതയ്ക്ക് ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ തൻ്റെ വീട് രത്തൻ എഴുതി കൊടുക്കുകയല്ലാതെ വേറെ വഴിയില്ലാത്തത് കൊണ്ട് മർദാബാദിലെ തൻ്റെ വീട് രത്തൻ്റെ പേരിലേക്ക് മാറ്റി പേപ്പേഴ്സ് റെഡിയാക്കുന്നു. അങ്ങനെ 4-ാം ദിവസം രത്തൻ ഗജേന്ദ്രൻ്റെ അടുത്ത് നിന്ന് പണം വാങ്ങി സ്മിതയുടെ വീട്ടിൽ വന്ന് പണത്തിൻ്റെ ബാഗ് കാണിക്കുന്നു. അപ്പോൾ സ്മിത രത്തനോട് ചായ കുടിക്കാൻ പലതവണ പറയുമ്പോൾ അത് കേട്ട് രത്തൻ ഞാൻ പൊട്ടനാണെന്ന് വിചാരിച്ചോ, എന്നെ കൊല്ലാൻ ഈ ചായയിലും എന്തെങ്കിലും കലർത്തിയിട്ടുണ്ടാവും എന്ന് പറഞ്ഞ് ചായ കുടിക്കുന്നില്ല. അപ്പോൾ സ്മിത രത്തന് വീടിൻ്റെ പേപ്പേഴ്സ് കൊടുക്കുമ്പോൾ രത്തൻ പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആയി ചെക്ക് ചെയ്യുന്നു. എന്നാൽ പേപ്പേഴ്സ് എല്ലാം ചെക്ക് ചെയ്യുമ്പോൾ രത്തൻ കൈവിരലുകൾ കൊണ്ട് പേപ്പർ മറിക്കാൻ വിരലിലെ നനവിനായി വായിൽ വെക്കുന്നുണ്ട്. അങ്ങനെ പേപ്പേഴ്സ് എല്ലാം കറക്റ്റ് ആയതുകൊണ്ട് ഓക്കെ, നമ്മുടെ ഡീൽ പ്രകാരം നിനക്ക് പണം തരാം. പക്ഷേ എനിക്കുള്ളൊരു സംശയം നീ തീർത്തു തരണം. അപ്പോഴേ ഈ കേസ് ക്ലിയർ ആവൂ. ഗജേന്ദ്രമായി ചേർന്ന് നിന്റെ ഭർത്താവ് നിന്നെ കൊല്ലാനിട്ട മർഡർ പ്ലാനിനെ കുറിച്ച് നിനക്ക് എങ്ങനെ അറിഞ്ഞു? പിന്നെ നിന്റെ ഭർത്താവ് നല്ല ആരോഗ്യമുള്ളവനല്ലേ, അവനെ നിനക്ക് എങ്ങനെ കൊല്ലാൻ കഴിഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ ഇവിടെയാണ് അതിമാരകമായ ട്വിസ്റ്റ്. അപ്പോൾ തന്നെ രത്തന്റെ ബോഡി മൊത്തം പെട്ടെന്ന് പാരലൈസ്ഡ് ആയി പോകുന്നു. തലച്ചോറ് പ്രവർത്തിക്കുന്നുണ്ട്, കേൾക്കാൻ കഴിയുന്നുണ്ട്, പക്ഷെ പ്രതികരിക്കാൻ കഴിയുന്നില്ല. അത് കണ്ട് സ്മിത ചിരിക്കുന്നു. യഥാർത്ഥത്തിൽ സ്മിതയുടെ പ്ലാൻ പ്രകാരം അവളുടെ ഗാർഡനിൽ വളരുന്ന ഒരു ചെടിയുടെ പൂക്കളുടെ പേസ്റ്റ് ആ വീടിന്റെ പേപ്പേഴ്സിൽ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. രത്തൻ പേപ്പേഴ്സ് തൊട്ട് കൈവിരൽ വായിൽ വെച്ചപ്പോൾ ആ പൂക്കളുടെ പ്രഭാവം കാരണം അവന്റെ ബോഡി മൊത്തം പാരലൈസ്ഡ് ആയതാണ്. ശേഷം ആ വീടിന്റെ പേപ്പേഴ്സ് എല്ലാം അവൾ കത്തിച്ചു കളയുന്നു. അപ്പോൾ രംഗയ്യ അവിടേക്ക് വന്ന് വീട് വിറ്റ പണം അവൾക്ക് കൊടുക്കുന്നുണ്ട്. സത്യത്തിൽ സ്മിത ആ വീട് തന്നെ പോലെ ചെടികളെ ഇഷ്ടപ്പെടുന്ന ഒരു പ്രൊഫസർക്കാണ് വിറ്റിട്ടുണ്ടാവുക. രംഗയ്യ രത്തന്റെ ബോഡി ഒരു ചാക്കിൽ കെട്ടിക്കൊണ്ടുപോയി പാലത്തിന് മുകളിൽ നിന്ന് വെള്ളത്തിലേക്ക് എറിഞ്ഞു പോകുമ്പോൾ സ്മിത ആ പണം എടുത്ത് റെയിൽവേ സ്റ്റേഷനിൽ പോയി ട്രെയിനിൽ സിറ്റിയിലേക്ക് വരുന്നു. ശേഷം തൻ്റെ പേര് കവിത എന്ന് മാറ്റിയിട്ടുണ്ടാവും. ഇവിടുത്തെ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ സത്യത്തിൽ ഇപ്പോൾ തൻ്റെ ഫ്രണ്ട്സിനോട് കഥ പറയുന്ന ഇതേ കവിത തന്നെയാണ് നേരത്തെ കഥയിലെ സ്മിത. അതായത് അവൾ സ്വന്തം കഥയാണ് അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കവിത പറഞ്ഞത് കേട്ട അവളുടെ ഫ്രണ്ട് അപ്പോൾ പങ്കജിനെ സ്മിത എങ്ങനെ കൊന്നു എന്ന് ചോദിക്കുമ്പോൾ അത് കേട്ട് കവിത നടന്നത് ഓർമ്മിക്കുകയാണ്. സത്യത്തിൽ അന്ന് പങ്കജ് വീട്ടിൽ വന്നപ്പോൾ സ്മിത അടുത്ത റൂമിൽ ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നു. പങ്കജ് ശാലിനിയുടെ ഡെഡ് ബോഡി കണ്ട് ഫുള്ളായി ഇമോഷണലായി അവിടെ ഉണ്ടായിരുന്ന സ്മിതയെ കണ്ട് അവളാണ് ശാലിനിയെ കൊന്നതെന്ന് കരുതി ടേബിളിലിരുന്ന കത്തിയെടുത്ത് സ്മിതയെ ആക്രമിക്കാൻ വരുമ്പോൾ അപ്പോഴേക്കും പങ്കജിന് ശ്വാസം മുട്ടൽ വരുന്നു. അതുകൊണ്ട് ശ്വാസം എടുക്കാൻ കഴിയാതെ അവൻ ബുദ്ധിമുട്ടുന്നു. സ്മിത അവിടെ ഉണ്ടായിരുന്ന അവൻ്റെ ഇൻഹേലർ അവന് കൊടുക്കാതെ ഇങ്ങനെയുള്ള ഭർത്താവിനെ തനിക്ക് വേണ്ട എന്ന് വെച്ച് കത്തി കൊണ്ട് നെഞ്ചിൽ കുത്തി കൊന്നിട്ടുണ്ടാവും. അതെല്ലാം കേട്ട് ഫ്രണ്ട്സ് കവിതയോട് ഇനിയും കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിലും കവിത ഇതിനകം ലേറ്റ് ആയെന്ന് പറഞ്ഞ് തൻ്റെ ഭർത്താവിനോടൊപ്പം അവിടെ നിന്ന് പോകുമ്പോൾ അപ്പോൾ അതേ വീട്ടിലേക്ക് സീനിയർ പോലീസ് ഓഫീസർ വരുന്നുണ്ട്. അയാളെ കണ്ട് കവിത അയാൾക്ക് പിടികൊടുക്കാതെ അവിടെ നിന്നും പോകുന്നു. അങ്ങനെ വീട്ടിലെത്തിയ ശേഷം കവിതയുടെ ഭർത്താവ് ഞാൻ നിന്നെ ആദ്യം കാണുമ്പോൾ നിന്റെ കയ്യിലുണ്ടായിരുന്ന പണം എവിടത്തേതാണ് എന്ന് ചോദിക്കുമ്പോൾ കവിത മറുപടിയൊന്നും പറയുന്നില്ല. അപ്പോൾ രംഗയ്യ അവിടേക്ക് വന്ന് അവളെ കണ്ട് കാലാവസ്ഥ മാറാൻ പോകുന്നു, നീ വീണ്ടും വരേണ്ട സമയമായി എന്ന് പറഞ്ഞ് പോവാണ്. മറുഭാഗത്ത് രത്തനെ സീനിയർ ഓഫീസർ രക്ഷപ്പെടുത്തി ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റിന് കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പോഴും രത്തന്റെ ബോഡി മൊത്തം പാരലൈസ്ഡ് ആയി തന്നെ ഇരിക്കുകയാണ്, സംസാരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ. എന്നാൽ താൻ എപ്പോഴെങ്കിലും നോർമൽ ആയാൽ തൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണമായ സ്മിതയെ കൊന്നുകളയുമെന്ന് മനസ്സിൽ വിചാരിച്ച് ദേഷ്യത്തോടെ ഇരിക്കുന്നു. അവിടെ വെച്ച് മൂവി അവസാനിക്കുന്നു. സിനിമ എങ്ങനെയുണ്ടായിരുന്നു? സിനിമയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കൊള്ളൂ കേട്ടോ. കൂടാതെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് കൂടി തരാൻ മറക്കല്ലേ. സോ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.